ഈ ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ മിഡ് പോയിൻ്റ് കണ്ടെത്താനുള്ളൊരു ഫോമുല പഠിക്കാനുണ്ട്. വളരെ ഈസിയാണ്. x1 y1 ഇതാണ് ഒരു പോയിൻ്റ്, x2 y2 ഇങ്ങനെ 2 പോയിൻറ്റ്സാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്താനുള്ള ഫോമുല എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇവിടെ y1 + y2 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ y കോർഡിനേറ്റും കിട്ടും. ഇതാണ് മിഡ് പോയിൻറ്റ് ഫോമുല. അത് നന്നായിട്ട് പഠിക്കണം. ആൻഡ് റേഷ്യോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ xy = mx2 + nx1 ഡിവൈഡഡ് ബൈ m + n. ഇതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് വരിക. അതുപോലെ my2 + ny1 ഡിവൈഡഡ് ബൈ m + n. ഇത് y കോർഡിനേറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യണം. പിന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോമുല m = y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഓക്കെ, പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഈ ഇക്വേഷൻ ഓഫ് ലൈനും അതുപോലെ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇക്വേഷൻ ഓഫ് ലൈൻ, ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ കൺസിഡർ ചെയ്യുന്ന ലൈനിൻ്റെ പോയിൻറ്റ്സ് x1 y1 ആൻഡ് x2 y2 ആണ്. ഇതിൽ ഒരു പോയിൻ്റ് xy ചൂസ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ലൈൻ y - y1 ഡിവൈഡ് = m × x - x1. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് x1 y1 ആണ്. ആൻഡ് ഇവിടുത്തെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് xy ആയിട്ട് എടുക്കുന്നു. സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിന് xy ആയിട്ട് എടുക്കുന്നു. ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - x1 the whole square plus y - y1 the whole square = r². ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണെന്ന് കരുതുക. 0 0 ആണെങ്കിൽ ഇവിടുത്തെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ സർക്കിളിലെ പോയിൻറ്റിന് xy ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. x² + y² = r². ഇത്രയേ ഉള്ളൂ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്, സെൻറ്റർ ഒറിജിൻ ആണെങ്കിൽ. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സോളിഡ്സ് ആണ്. സോളിഡ്സിൽ കുറച്ചധികം ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതെല്ലാവരും നന്നായിട്ട് നോക്കണം. ഇതിൽ സ്ക്വയർ പിരമിഡിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിൽ ഇതാണ് സ്ക്വയർ പിരമിഡ്. 4 വശങ്ങളും എന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾസ് ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കണക്ട് ചെയ്യുന്ന ഒരു ഈ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ച ആ റൈറ്റ് ട്രയാങ്കിൾ നോക്കി വയ്ക്കുക. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ, ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്. ഇത് ബേസ് എഡ്ജിൻ്റെ പകുതി. ആൻഡ് ഇത് സ്ലാൻ ഹൈറ്റ്. ഈ സൈഡ് എന്ന് പറയുന്നത് സ്ലാൻ ഹൈറ്റ് ആണ്. ദിസ് ഇസ് ഓൾസോ a/2 ആൻഡ് ദിസ് ഇസ് ലാറ്ററൽ എഡ്ജ് e. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന ഫോമുല L² = a/2 whole square plus h². E² = a/2 whole square plus L². ഇതിൻ്റെ ഇപ്പോൾ h ആണ് കണ്ടുപിടിക്കണമെങ്കിലും ഇതിന്ന് ഈ ഒരു ഫോമുല ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തു വരണം. പിന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല സ്ക്വയർ പിരമിഡിൻ്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താൻ ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ ചെയ്യണം. ഓക്കെ, ബേസ് സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a². ഇനി ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഫോമുല 2al ആണ്. L എന്ന് പറയുന്ന സ്ലാൻ ഹൈറ്റ്, a എന്ന് പറയുന്നത് ബേസ് എഡ്ജ്. ഇനി വോള്യം കണ്ടെത്താനുള്ള ഫോമുല എന്ന് പറയുന്നത് 1/3 × ബേസ് ഏരിയ × ഹൈറ്റ്, അതായത് 1/3 a²h ആണ് വോള്യൂം ഓഫ് ദി സ്ക്വയർ പിരമിഡ് കണ്ടെത്താനുള്ള ഫോമുല. ഓക്കെ, ഇനി അടുത്തത് സ്ക്വയറിൻ്റെ കേസ്, കോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കോണിൽ നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതാണ് ഹൈറ്റ് ഓഫ് ദി കോണ് ആൻഡ് ഇത് സ്ലാൻ ഹൈറ്റ്, ഇത് ബേസ് റേഡിയസ് 6. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഫോമുല L² = r² + h². ഓക്കെ, ഇനി
അവിടെ നമുക്ക് വേറൊരു കാര്യം, സെക്ടർ മടക്കിയിട്ടാണ് എന്താക്കുന്നത്, കോണാക്കുന്നത്. അപ്പോൾ ആ സെക്ടർ ഏത് ആംഗിളിലാണോ നമ്മൾ വെട്ടിയെടുക്കുന്നത് ആ ആംഗിളിനെ എക്സ് ആയിട്ട് എടുക്കുക. x/360 ഈക്വൽ ടു സ്മോൾ r ബൈ ക്യാപിറ്റൽ R. ഈ ഒരു ഫോർമുലയുണ്ട്. ഇവിടെ സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന കോണിൻ്റെ ചെറിയ ആ റേഡിയസ് ആണ്. ഈ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ആക്ച്വലി സെക്ടറിൻ്റെ റേഡിയസ് ആണ്. അത് കോണാക്കുന്ന സമയത്ത് സ്ലാൻ ഹൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എല്ലിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് നോക്കുക. അതുപോലെ സർഫസ് ഏരിയ, കോണിൻ്റെ സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല ബേസ് ഏരിയ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ആണ്. ബേസ് സർക്കിൾ ആയതുകൊണ്ട് തന്നെ πr². ഇനി കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല πrl. ഒരിക്കലും മറക്കരുത്, πr² പ്ലസ് πrl ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ. ഇനി വോള്യം കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/3 πr²h. 1/3 πr²h ആണ് വോള്യം ഓഫ് എ കോൺ എന്ന് പറയുന്നത്. ഇനി സ്ഫിയറിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ സ്ഫിയറിൽ നമുക്ക് രണ്ടേ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. സ്ഫിയറിന് ആകെ ഒരു മെഷർമെൻറ്റ് റേഡിയസ് മാത്രമാണ്. 4πr² ആണ് സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല. ഓക്കെ, സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ കണ്ടെത്താനുള്ള ഫോർമുല 4πr² ആണ്. ഇനി വോള്യം കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഓക്കെ, ഇത്രയേ ഈ സ്ഫിയറിൻ്റെ കേസിലുള്ളൂ. പക്ഷേ ഹെമിസ്ഫിയറിൻ്റെ കേസിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വോള്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി തന്നെ ആയിരിക്കും. സ്ഫിയറിൻ്റെ വോള്യത്തിൻ്റെ പകുതി, അതായത് 2/3 πr³ തന്നെ ആയിരിക്കും. പക്ഷേ സർഫസ് ഏരിയ പറയുന്ന സമയത്ത് ആക്ച്വലി ഈ കേർവ്ഡ് പോർഷൻ്റെ 2πr² ഉണ്ടാവും. നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് പുറമെ ഇവിടെ ഒരു സർക്കിളും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ആ സർക്കിളിൻ്റെ ഏരിയയും കൂടെ πr² കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3πr² ആണ് വരിക. ഓക്കെ, അതൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മീന് കണ്ടെത്താനുള്ള ഫോർമുല, എത്രയാണോ വാല്യൂസ് തന്നത് അതിൻ്റെ ഫുൾ സം എടുക്കുക, അവിടെ അത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മീന് കിട്ടും. ഇനി മീഡിയൻ കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 36, 45, 21 ഇങ്ങനെ ഓരോ നമ്പേഴ്സായിട്ട് തന്നിരിക്കുന്നതിനാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുക. ആൻഡ് ഇവിടെ ഇതുപോലെ 400 മുതൽ 500 വരെ, 500 മുതൽ 600 വരെ ഇങ്ങനെയൊക്കെ തരുന്നതിനെയാണ് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് അതിലെ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ എടുത്ത് എഴുതുക. ഓഡാണെങ്കിൽ n+1/2 ഡിവൈഡഡ് ബൈ n+1/2 ഒബ്സർവേഷൻ എടുത്താൽ മതി. ഇനി ഈവൺ ആണെങ്കിൽ നടുവിലെ രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കുക, രണ്ടും കൂടി കൂട്ടുക, പകുതി എടുക്കുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. പിന്നെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മീനും മീഡിയനും അരിത്തമെറ്റിക് സീക്വൻസിലാണ് എങ്കിൽ അവിടുത്തെ മീനും മീഡിയനും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ അതിൽ പറയാനായിട്ട്.